തദ്ദേശീയമായി നിർമ്മിച്ച LCA-Mk-1A യുദ്ധവിമാനങ്ങളുടെ വിതരണത്തിലെ കാലതാമസം ചൂണ്ടിക്കാട്ടി നിരവധി മാധ്യമ റിപ്പോർട്ടുകളിൽ വിശദീകരണം നൽകി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. 5 വിമാനങ്ങൾ ഡെലിവറിക്ക് പൂർണ്ണമായും തയ്യാറാണെന്നും 9 വിമാനങ്ങൾ കൂടി ഇതിനകം നിർമ്മിച്ച് പറത്തിയിട്ടുണ്ടെന്നും സ്ഥിരീകരിച്ചു. നടപ്പ് സാമ്പത്തിക വർഷത്തേക്ക് പ്രതീക്ഷിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുമെന്നും കമ്പനി ഉറപ്പു നൽകിയിട്ടുണ്ട്. 5 വിമാനങ്ങൾ ഡെലിവറിക്ക് പൂർണ്ണമായും തയ്യാറാണെന്ന് ഞങ്ങൾ സ്ഥിരീകരിക്കുന്നു. സമ്മതിച്ച സ്പെസിഫിക്കേഷനുകൾക്കനുസൃതമായി പ്രധാന കരാർ ഉൾപ്പെടുത്തുന്നുവെന്നും HAL പറഞ്ഞു. വ്യാഴാഴ്ച പ്രസിദ്ധീകരിച്ച നിരവധി മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം തദ്ദേശീയ LCA-Mk-1A യുദ്ധവിമാനങ്ങളുടെ വിതരണം മെയ് മാസത്തിനപ്പുറത്തേക്ക് നീട്ടാൻ സാധ്യതയുണ്ട്. ഏവിയോണിക്സിന്റെ സംയോജന പ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയും അന്തിമ സർട്ടിഫിക്കേഷനുകൾ കാത്തിരിക്കുകയും ചെയ്യുന്നതിനാൽ മറ്റൊരു സമയപരിധി നഷ്ടമാകും. സമഗ്രമായ പ്രകടന വിലയിരുത്തലിനു ശേഷം വ്യോമസേനയുടെ അന്തിമ സർട്ടിഫിക്കേഷനുകളെ ആശ്രയിച്ചിരിക്കും ജെറ്റുകളുടെ ഇൻഡക്ഷൻ. GE എയറോസ്പേസിൽ നിന്നുള്ള എഞ്ചിൻ ഡെലിവറിക്ക് കമ്പനി കാത്തിരിക്കുകയാണ്. എഞ്ചിനുകൾ ലഭിച്ചു കഴിഞ്ഞാൽ ഈ വിമാനങ്ങൾ ഡെലിവറിക്ക് തയ്യാറാകും. ഫെബ്രുവരി 5 വരെ വെണ്ടറിൽ നിന്നും HAL-ന് 5 വിമാന എഞ്ചിനുകൾ ലഭിച്ചു. കൂടാതെ വിതരണ സ്ഥാനം സജീവമാണ്. ഭാവിയിലെ ഡെലിവറി സാധ്യതകൾ HAL-ന്റെ ഡെലിവറി പദ്ധതികളുമായി പൊരുത്തപ്പെടുന്നു, കമ്പനി വ്യക്തമാക്കി. ഇന്ത്യൻ വ്യോമസേനയുമായി വിമാനം എത്രയും വേഗം എത്തിക്കുന്നതിനായി HAL സജീവ ചർച്ചകൾ നടത്തി വരികയാണ്. പ്രതിരോധ നിർമ്മാതാവ് എല്ലാ ഡിസൈൻ വികസന പ്രശ്നങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവ വേഗത്തിൽ പരിഹരിക്കുന്നുണ്ട്. വിദേശ നിർമ്മാതാക്കളിൽ നിന്നുള്ള നിർണായക ഭാഗങ്ങളുടെ വിതരണത്തിലെ കാലതാമസമാണ് യുദ്ധവിമാന വിതരണത്തിലെ കാലതാമസത്തിന് കാരണമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ എല്ലാ സംവിധാനങ്ങളുടെയും സംയോജനവും പ്രതീക്ഷിച്ചതിലും കൂടുതൽ സമയമെടുക്കുന്നു. വിമാനത്തിന് പൂർണ്ണമായും പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടും തകരാറുകളില്ലാത്ത സംയോജിത ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻ ചെയ്ത അറേ റഡാറും ഉണ്ടായിരിക്കണം. തുടർന്ന് വിമാന ഇൻഡക്ഷൻ അനുയോജ്യമാകും. യുദ്ധവിമാനങ്ങളുടെ വർദ്ധിച്ചുവരുന്ന ക്ഷാമത്തിനിടയിൽ വ്യോമസേന ആകെ 180 യുദ്ധവിമാനങ്ങൾക്ക് ഓർഡർ നൽകിയിട്ടുണ്ട്. വർദ്ധിച്ചുവരുന്ന ആവശ്യം നിറവേറ്റുന്നതിനായി HAL ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുകയും നാസിക്കിലും ബംഗളൂരുവിലും ഒരു പുതിയ അന്തിമ സംയോജന ലൈൻ ആരംഭിക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം 68 യുദ്ധവിമാനങ്ങളും 29 ഇരട്ട സീറ്ററുകളും ഉൾപ്പെടെ 97 LCA-Mk-1A വിമാനങ്ങൾക്കായി പ്രതിരോധ മന്ത്രാലയം HAL-ലുമായി 62,370 കോടി രൂപയുടെ കരാർ ഒപ്പിട്ടു. 2021-ൽ ഇന്ത്യൻ വ്യോമസേനയ്ക്കായി 83 തേജസ് Mk-1A ജെറ്റുകൾ വാങ്ങുന്നതിനായി പ്രതിരോധ മന്ത്രാലയം HAL-ലുമായി 48,000 കോടി രൂപയുടെ കരാർ ഒപ്പിട്ടു. ഇന്ത്യൻ വ്യോമസേനയുടെ MiG-21 യുദ്ധവിമാനങ്ങൾക്ക് പകരമായിരിക്കും സിംഗിൾ എഞ്ചിൻ Mk-1A എന്നും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.